प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നാളത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും വീഡിയോ അവസാനിക്കുന്നത് വരെ കാണും. നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം എന്നുള്ളത്. യെസ്, ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് 5 മാർക്ക് നമുക്ക് നേടണം. ഈ ചോദ്യത്തിന് 5 മാർക്ക് നമുക്ക് കിട്ടുന്നത് ശരിയായി ഐഡന്റിഫൈ ചെയ്താൽ സഹി മിലാൻ കരേ അല്ലെ. ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണമല്ല, മാച്ച് ദ ഫോളോയിങ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ എ കോളവും ബി കോളവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 2 കോളങ്ങളാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? 1 2 3 4 5 അല്ലെ. 1 2 3 4 5 അല്ലെ. ഇത്തരത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതാം. 1 2 3 4 5 സെറ്റാണോ? ആദ്യത്തെ കോളം റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കോളത്തിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കോളത്തിൽ എന്ത് കാണുന്നുണ്ട്? 2 നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് എണ്ണി നോക്കാം അല്ലെ. 1 2. അപ്പൊ ഒന്നാമത്തെ കോളത്തിന് യോജിച്ചതാണോ? അല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് അവിടെ മനസ്സിലാക്കി വെച്ച് 2 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ കോളത്തിലേക്ക് നോക്കാം. അതിൽ നമ്മൾ എന്തെല്ലാമാണ് കാണുന്നത്? ആപ്പിൾ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. ഇത് മാഷെ 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ അത് രണ്ടാമത്തെ കോളത്തിന് ചേർന്നതാണോ? അല്ല. അപ്പൊ നമ്മൾ 5 എന്ന് ഇവിടെ എഴുതി വെച്ചു അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. യെസ്, നമ്മുടെ ഫുട്ബോളിന്റെ ഇമോജി അവിടെ കാണുന്നുണ്ട് അല്ലെ. ഫുട്ബോളിനെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് സാറേ 1 എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ 1 നമ്മൾ എഴുതി വെച്ചു അല്ലെ. ഇനി നാലാമത്തെ കോളത്തിലേക്ക് നോക്കുമ്പോൾ 3 സുന്ദരന്മാരും സുന്ദരികളുമായ പൂച്ചകളുണ്ട്. സുന്ദരനാണോ സുന്ദരിയാണോ എന്നുള്ളത് എന്റെ മക്കൾ നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ എണ്ണം എഴുതി വെക്കാം. എത്ര പൂച്ചകളുണ്ട്? 1 2 3. അപ്പൊ നമ്മൾ 3 സൈഡിൽ എഴുതി വെച്ചു. ഓക്കെ ആണോ? ഇനി നമുക്ക് 4 പൂവിനെ കാണുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കി? നമ്മൾ എണ്ണി 1 2 3 4 എണ്ണി അല്ലെ. അപ്പൊ 4 എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഏക്ക് എന്നുള്ളത് നമ്മൾ ഏതിലേക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യും മക്കളെ? ഏതിലേക്കാ? യെസ്, നമ്മുടെ ഫേവറേറ്റ് ഇമോജിയായ ഫുട്ബോളിലേക്ക് നമ്മൾ ഏക്ക് കൊടുത്തു അല്ലേ. അതേപോലെ ദോ എന്നുള്ളത് 2 സ്റ്റാറുകളാണ്. അത് നമ്മൾ അതിലേക്ക് കൊടുത്തു. ഇനി 3 എന്നുള്ളത് 3 പൂച്ചകളാണുള്ളത് അല്ലെ. അതിലേക്ക് നമ്മൾ കൊടുത്തു. നാലാമതായി 4 ആപ്പിൾ ആണുള്ളത്. അതിലേക്ക് നമ്മൾ കൊടുത്തു. അത് ശരിയാണോ? അല്ല. കാരണം ആപ്പിൾ എത്ര ഉണ്ട് മക്കളെ? 5 എണ്ണമുണ്ട്. അപ്പൊ 4 പൂവാണുള്ളത്. പൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാച്ച് ദ ഫോളോയിങ് ചെയ്തു. 5 ആപ്പിൾ ആണുള്ളത്. അതിലേക്ക് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്തു. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഉത്തരം അറിയാം. പക്ഷേ നിങ്ങൾ യോജിപ്പിക്കുമ്പോൾ കൃത്യമാകണം. നിങ്ങൾ നിങ്ങളുടെ ഉത്തര പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓരോന്നിന്റെയും നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സെറ്റ് ആക്കണം. അപ്പൊ 1 എന്നുള്ളതിന്റെ ഏക്ക് എന്നുള്ളതിന്റെ നേരെ നമ്മുടെ ഫുട്ബോൾ വരണം അല്ലെ. ദോ എന്നുള്ളതിന്റെ നേരെ നക്ഷത്രം വരണം. 3 എന്നുള്ളതിന്റെ നേരെ പൂച്ച വരണം. 4 എന്നുള്ളതിന്റെ നേരെ പൂവ് വരണം. 5 എന്നുള്ളതിന്റെ നേരെ ആപ്പിൾ വരണം. ഇത്തരത്തിൽ സെറ്റ് ആക്കിയാൽ എന്റെ മക്കളെ കാത്തിരിക്കുന്നത് 5 മാർക്കാണ്. അപ്പൊ ഈ 5 മാർക്ക് എന്തായാലും ഉറപ്പായിട്ട് എല്ലാ മക്കളും നേടൂലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതെന്താണ്? യെസ് സാർ, ഇത് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പൂമൊട്ടാണ് അല്ലേ. അതേപോലെ ഇതെന്താണ്? ഇതൊരു പക്ഷിയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇതിൽ നിന്നും ബ്രാക്കറ്റിൽ നിന്നും ചിടിയ ഓർ കലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു സാറേ. അപ്പൊ ഇവിടെ എഴുതേണ്ടത് യഹ് ചിടിയാഹേ. യഹ് ചിടിയാഹേ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഞങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടി സാറേ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേത് ഏതാവും? കലിയാകുന്നു. യഹ് കലിഹേ. കലി. യെസ്, പൂമൊട്ടാണ്. അപ്പൊ പൂമൊട്ടാകുന്നു. ഇത് പൂമൊട്ടാകുന്നു. ഇത് പക്ഷിയാകുന്നു. ഇത്തരത്തിലും കൂടി ഐഡന്റിഫൈ ചെയ്താൽ ഇതിനും നമുക്ക് 2 മാർക്ക് ലഭിക്കും. അപ്പൊ ഇത്തരത്തിൽ 2 ചോദ്യം നാളത്തെ പരീക്ഷയിൽ ഉറപ്പായിട്ടും വരും. എന്റെ എല്ലാ മക്കളും കൃത്യമായിട്ട് ഇത് പഠിച്ചു പോകണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.